പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ നിൻ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നീ നിരക്കണം, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കണം എന്നറിയിച്ചത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ആത്മാവിൻ്റെ ഫലം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുവാനോ നിർമ്മിക്കുവാനോ കഴിയുന്നതല്ല, പിന്നെയോ നമ്മിൽ നിന്നും പുറപ്പെടേണ്ടതാണ്. നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടണമെങ്കിൽ നാം ആത്മീയത്തിൽ വളർന്ന് ആത്മീയ പക്വതയിലെത്തണം എന്ന് നാം കണ്ടു. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാം പഠിച്ചു. ഒരു വ്യക്തിക്ക് ദീർഘക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ വ്യക്തി ആത്മീയ പക്വതയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആത്മീയ പക്വത എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനായ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വളർന്ന് പക്വതയിലെത്തുമ്പോഴാണ് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവമായ ആത്മാവിൻ്റെ ഫലം പുറത്തു വരുന്നത്. അല്ലാതെ നാം എത്ര തന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നാം ക്ഷമിക്കാൻ ആഗ്രഹിച്ചാലും നമുക്കത് കഴിയില്ല. അത് മനുഷ്യ നിർമ്മിതമായി ഉണ്ടാകുന്ന അല്ല. ദീർഘക്ഷമ എന്ന് പറയുന്നത് അത് അമാനുഷികമാണ്. സാധാരണ അല്ല, അസാധാരണമായ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചുവല്ലോ. അപ്രകാരം അകത്തെ മനുഷ്യൻ വളർന്ന് പക്വതയിലെത്തണമെങ്കിൽ നാം ഓരോരുത്തരും അതിനെ വളർത്തണം. വളരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം, അല്ലാതെ താനെ വളരുകയില്ല. ഒരു ഗർഭിണി തൻ്റെ ഗർഭസ്ഥ ശിശുവിന് വളരുവാൻ ആവശ്യമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അനാവശ്യമായ ആഹാരമെല്ലാം കഴിച്ച് ആ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നാമും നമ്മുടെ അകത്തെ മനുഷ്യനെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്തെല്ലാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചല്ലോ. അതെല്ലാം തന്നെ നാം പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യന് വളരുവാൻ കഴിയുള്ളൂ. അതിലേറ്റവും പ്രധാനമാണ് ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുക. ഒരു കൊമ്പ് മുന്തിരിവള്ളിയോട് പറ്റിയിരുന്നാൽ അത് വളരുന്ന പോലെ, പ്രത്യേകിച്ച് നാം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ നാം നമ്മെ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഒട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്നാന ശുശ്രൂഷയിലാണ് അത് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗലാത്യർ 2:27 അത് കാണുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പോൾ നാം സ്നാനം വെക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുകയാണ്. അപ്പോൾ എത്രത്തോളം നാം യേശുവുമായി പറ്റിയിരിക്കുമോ അത്രത്തോളം ആത്മീയത്തിൽ വളരുവാൻ കഴിയും. മാത്രമല്ല ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ നിന്ന് പുറത്തു വരും. ഒരു മുട്ടയ്ക്കകത്ത് ഒരു കോഴിമുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞിരുന്ന് അത് വളരുന്നത് നമുക്ക് പുറമേ കാണുവാൻ കഴിയില്ല, അല്ലേ? അതിനകത്ത് അതിൻ്റെ മാറ്റം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ആ പുറന്തോട് പൊട്ടി ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ മാത്രമേ നമുക്കത് കാണുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അകത്തൊരു കുഞ്ഞുണ്ടെന്ന് പോലും നമുക്ക് പുറത്ത് നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയില്ല. അതുപോലെയാണ് അകത്തെ മനുഷ്യൻ വളരുന്നത്. മനുഷ്യർക്ക് മറ്റു പുറത്തുള്ളവർക്ക് അത് ആത്മാവിൻ്റെ ഫലമായി പുറത്ത് വരുമ്പോൾ മാത്രമേ നമുക്കത് കാണുവാനും മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. പക്ഷേ ആ വ്യക്തിക്ക് അറിയാം അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തെ മനുഷ്യന് വളർന്ന് പുറത്തു വരുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഗലാത്യർ 2:20 നമുക്ക് പറയുവാൻ കഴിയുന്നത്, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്രകാരം ആ പക്വതയിലെത്തണമെങ്കിൽ നാം നമ്മെ തന്നെ ക്രൂശിക്കണം, നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം, നമ്മുടെ സ്വഭാവത്തെ ക്രൂശിക്കണം, ലൗകികമായ സിസ്റ്റത്തെ ക്രൂശിക്കണം എന്നെല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചല്ലോ. അല്ലാതെ നമ്മെ സ്വയത്തെ മരിപ്പിക്കുക എന്ന് പറയുന്നതും ക്രൂശിക്കുക എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നാം പർപ്പസിൽ നാം അറിഞ്ഞു തന്നെ ഓരോ സെക്കൻഡും, ഓരോ നിമിഷവും, ഓരോ ദിവസവും നാം നമ്മുടെ സ്വഭാവത്തെ, നമ്മിൽ വേണ്ടാത്തതെല്ലാം നാം തന്നെ ക്രൂശിക്കണം. യേശു എന്ന് ക്രൂശിക്കില്ല, നാം തന്നെ ക്രൂശിക്കണം, നാം തന്നെ മരിപ്പിക്കണം. എന്നിട്ട് നമ്മൾ മനഃപൂർവ്വമായി ആത്മാകത്തെ മനുഷ്യനെ വളർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ഫലം പുറത്തു വരാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ദീർഘക്ഷമ. ക്ഷമിക്കാത്ത ഹൃദയം ഒരു മാരകമായ പാവമാണെന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചല്ലോ. പറയാൻ കാരണം നമ്മുടെ ആത്മീയത്തെ സർവ്വലോകത്തെക്കാളും വിലയേറിയ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. അതായത് നാം ക്ഷമിച്ചില്ല എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കില്ല. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചില്ല എങ്കിൽ നാം സ്വർഗ്ഗത്ത് പോകുമോ? ഒരിക്കലുമില്ല, നാം നരകത്തിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. ക്ഷമിക്കാത്ത ഹൃദയം മാരകമായ പാപമെന്ന്. ഇന്ന് നമുക്ക് ക്ഷമിക്കാത്ത ഹൃദയത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം. നമുക്ക് ക്ഷമിക്കാത്ത ഹൃദയം ഉണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിലാക്കിയാലല്ലേ നമുക്കതിൽ നിന്ന് കറക്റ്റ് ചെയ്യാനും നമുക്കതിൽ നിന്ന് പുറത്തു വരുവാനും കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 1.5 വർഷമായിട്ട്
എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ക്ഷമിക്കാത്തൊരു ഹൃദയമുണ്ട് എന്ന്. എന്നാൽ എനിക്ക് മുറിവുണ്ട്, എനിക്ക് വേദനയുണ്ട്. പലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ആ വ്യക്തിയെ ഓർക്കും, പെട്ടെന്ന് ആ സാഹചര്യം ഓർമ്മ വരും. എന്നാലും ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് എന്തെല്ലാം കാര്യം പറഞ്ഞിരുന്നാണ് അവസാനം വരെയും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കണമെന്നും പറയണമെന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ വ്യക്തി പിന്നെ അത് ഓർക്കുന്നേ ഇല്ല. അവരുടെ സഹോദരങ്ങളെ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞതായിട്ട് പോലും ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം വിഷമിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചേ. 3.5 വർഷം അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്കറിയില്ലാതെ എൻ്റെ സ്വന്തം ഭാരമായിട്ട്, സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വ്യക്തിയുടെ വിഷയം നമ്മുടെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പക്ഷേ ആ ഭാരം നാം ചുമക്കരുത്. എന്നാൽ ഞാൻ ആ ഭാരം ചുമന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത്രയെല്ലാം പറഞ്ഞിട്ട് അത് പറഞ്ഞതായിട്ട് പോലും ഓർക്കുന്നില്ല, പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു എന്നല്ലാതെ അത് ക്ഷമിക്കാത്ത ഹൃദയമാണെന്ന് മനസ്സിലാക്കുവാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് ഞാൻ അതുവരെ ആ മനസ്സ് പീഡനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ആ ലക്ഷണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ചോദന ചെയ്യുക. മറ്റൊരു വ്യക്തിയല്ല. നമുക്ക് ചോദിക്കാം, നമുക്ക് ക്ഷമിക്കാത്ത ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും രോഗം നിങ്ങൾക്കുണ്ടോ എന്ന് ഒന്നാമത് നിങ്ങളെ തന്നെ ചോദന ചെയ്യാം. എന്തെങ്കിലും രോഗം നാളുകളായിട്ട് നിങ്ങൾ ചുമക്കുന്നുണ്ടോ? വയറിന് അസ്വസ്ഥത ആയിരിക്കാം. എന്തിനേറെ പറയുന്നു, ശരിക്കും വയറ്റിൽ നിന്ന് പോകുന്നില്ല, മലം പോകുന്നില്ല, ഗ്യാസ് ട്രബിള്, വയറിന് അസ്വസ്ഥത, ഉറക്കമില്ലായ്മ, നടുവിന് വേദന, ഹാർട്ടിന് വേദന, നെഞ്ചിടിപ്പ് കൂടുന്നു, അല്ലെ വൃക്ക രോഗം, ആസ്മ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ അസ്ഥി രോഗങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യുക. അതെല്ലാം ക്ഷമിക്കാത്ത ഹൃദയം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ ഞാൻ പറയാം. എന്നാൽ അതായിക്കൂടാ എന്നില്ല. നമ്മളെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്കത് വിടുതൽ കിട്ടും. ഇല്ലെങ്കിൽ പോലും നമുക്കങ്ങനെ ഓർമ്മ വരുന്നില്ലെങ്കിൽ പോലും നാം അത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, മാനസിക വ്യതയിലാണോ? നിങ്ങൾ ആരെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ അകത്തെ മനുഷ്യൻ മുറിവേറ്റു, അല്ല ആവശ്യമില്ലാതെ പറഞ്ഞു, വഴക്ക് പറഞ്ഞു, അത് ആരുമായിക്കോട്ടെ, പ്രത്യേകിച്ച് നമ്മൾ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ പറയുമ്പോഴാണ് നമുക്ക് അത്രയും വേദനിക്കുന്നത്. നമ്മളെ സ്നേഹിക്കേണ്ടവർ, നമ്മൾ അണയ്ക്കേണ്ടുന്നവർ, നമ്മളെ കൈത്താങ്ങൽ തരേണ്ടുന്നവരിൽ നിന്നും മുറിവേൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന വരുന്നത്. അപ്രകാരം നിങ്ങളെ ആരെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ അത് വാസ്തവമായിട്ടും ക്ഷമിച്ചോ, നിങ്ങൾ ക്ഷമ ചോദിച്ചു കാണും, ക്ഷമിച്ചോ എന്ന് പറഞ്ഞു കാണും, പ്രാർത്ഥിച്ചു കാണും. എന്നാൽ ഇപ്പോഴും ഇടയ്ക്കല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് ഓർക്കുന്നു, നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഓർക്കുക എന്ന് പറഞ്ഞ പ്രിയരത് ഓർക്കും, മറക്കുവാൻ കഴിയില്ല. എന്നാൽ ഓർക്കുമ്പോൾ ആ വിഷമമില്ല, നിരാശയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ദീർഘക്ഷമ എന്നുള്ള ആ മനസ്സ്, ഹൃദയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അല്ലാതെ ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമമാണ്, നിരാശയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കാത്ത ഹൃദയമാണ്. വചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കയ്പുള്ള വേര് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ മാനസികത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ. മറ്റൊരു കാര്യം, കരയിൽ പിടിച്ചിട്ട് മത്സ്യം പോലെ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കാറുണ്ട്. എന്താ കാര്യമെന്നറിയത്തില്ല, പെട്ടെന്ന് ഹൃദയം അസ്വസ്ഥതയാകുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടോ എന്ന് നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും രോഗത്തിൽ നിങ്ങൾ കുറേ നാളുകളായി തുടരുമെന്നുണ്ടോ? നിങ്ങളെ തന്നെ ചോദന ചെന്ന് നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. അടുത്തതായി പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ തിരിഞ്ഞു പോകാറുണ്ടോ? അല്ല, നിങ്ങളെ കണ്ട് മറ്റാരെങ്കിലും തിരിഞ്ഞു പോകാറുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, എൻ്റെ ഹൃദയത്തിൽ പിണക്കമില്ല, ഞാൻ സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയുന്ന പ്രിയ സഹോദര സഹോദരി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ആ മുറിവും വേദന ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കാത്തത്. അതുകൊണ്ട് അപ്രകാരം ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നോ എന്ന് നിങ്ങളെ ഓർമ്മയിൽ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കുക. മറ്റു ചിലർ പറയുന്നത്, എനിക്ക് കയ്പില്ല, പിണക്കമില്ല, അവർ എന്നോട് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നില്ല, ഞാൻ സംസാരിച്ചാൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയില്ല. പ്രിയ സഹോദരങ്ങളെ, അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളോട് കയ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവചനം എന്താ പറയുന്നത്? അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പോയി ക്ഷമ ചോദിക്കണം, അവരോട് സംസാരിക്കുക, ഫോൺ ചെയ്യുക എന്ന മത്തായി 5:23-24 പ്രകാരം കാണുന്നു. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും, നമുക്കുണ്ടെന്നല്ല,
മറ്റുള്ളവർക്ക് ഈയിടെയായിട്ട് സംസാരിക്കുന്നില്ല. ശരിക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല. ആ ഒരു സംസാരത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കറിയാലോ, മുമ്പ് സംസാരിക്കുന്നതും ഇപ്പോൾ സംസാരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക. അപ്പം നമ്മുടെ ഭാഗം ക്ലിയർ ആകും. അവർക്കും ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണകളായിരിക്കാം. ഈ എല്ലാ വഴക്കിനും നിരാശയ്ക്ക് വിഷമത്തിനും എല്ലാം കാരണം പ്രിയരെ തെറ്റിദ്ധാരണകളാണ്. അതങ്ങ് തീരും. ഇത് ആരാധനയ്ക്കുള്ള വ്യവസ്ഥ അതാണ്. ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവരോട് ക്ഷമ ചോദിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് വേണം ആരാധിക്കാൻ. അല്ല എങ്കിൽ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. തങ്ങളുടെ ക്ഷമിക്കാത്ത ഹൃദയമാണ് തങ്ങളുടെ രോഗങ്ങൾക്ക് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിയാലും ക്ഷമിക്കാൻ തയ്യാറാത്തവരുണ്ട് പ്രിയരെ. അത് ഭയങ്കര എന്താ ഞാൻ പറയണ്ടേ, വലിയ ദയനീയമായ അവസ്ഥയാണ്. അവരെ സഹായിക്കാൻ നമുക്കും കഴിയില്ല, ദൈവത്തിന് പോലും കഴിയില്ല. എനിക്കത് അനുഭവം ഉള്ളതാണ്. ഒരിക്കൽ ഞാൻ മാരകമായ രോഗം ചുമക്കുന്ന ഒരു വ്യക്തിയുമായി സംസാരിക്കുവാനിടയായി. അവരുടെ തന്നെ കൂട്ടായ്മയിൽ വരുന്ന ചില വ്യക്തികളുമായി സംസാരിക്കാറില്ല, മാസങ്ങളായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ തിരുവത്താഴ എടുക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നാളുകളായി, വർഷങ്ങളായി അവർ ഒരു മാരകമായ രോഗത്തിലാണ്. ചികിത്സിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പോയി പ്രാർത്ഥിച്ചു, പക്ഷേ അതിനൊരു വിടുതലില്ല. അപ്പോൾ ഞാൻ ഈ കാര്യം അവരെ ഓർമ്മപ്പെടുത്തി. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് അവരോട് നിരപ്പ് പ്രാപിക്കുന്ന കാര്യം പറഞ്ഞു. അതാണ് ദൈവവ്യവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അതിനവർ തയ്യാറല്ല. എൻ്റെ പ്രിയരെ, അവർ പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ, ഈ രോഗം മൂലം മരിച്ചാലും സാരമില്ല, അവരോട് സംസാരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ മരിക്കുകയാണെങ്കിൽ സ്വർഗത്ത് പോവോ, നരകത്തിലല്ലേ സൗകര്യം പോകത്തുള്ളൂ. അന്നേരം പറഞ്ഞു, നരകത്തിൽ പോയാലും കുഴപ്പമില്ല. പ്രിയ സഹോദരങ്ങളെ, പിന്നെ നാം ഈ വേഷം കെട്ടി ഈ ദൈവ മക്കളെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് എന്താ അർത്ഥം? നാം ഓടിയതും അധ്വാനിച്ചവൃതമായി തീരില്ലേ? ഒരു വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തിനോട് ക്ഷമിക്കാൻ കഴിയും? ഞാൻ നിരാശയോടും കണ്ണുനീരോടും ഞാൻ പറയട്ടെ, സ്വന്തം ഒരു സഹോദരി പോലെ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും വളരെയധികം അവർക്ക് വേണ്ടി കൈത്താങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. നമുക്ക് വിടുവിക്കുന്ന ദൈവമാണ്. നാം ക്രമീകരിക്കേണ്ട നാം ക്രമീകരിച്ച, നാം ചെയ്യേണ്ടെന്ന് നാം ചെയ്താൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുള്ളൂ. അതിന് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് ലാസറിൻ്റെ കല്ലറയിലെ കല്ല്, അല്ലേ? യേശുവിന് ആ കല്ല് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ കല്ല് മാറിപ്പോകാതെ യേശുവിന് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞാൽ കല്ലറ ഭേദിച്ച് ലാസറിന് പുറത്തു വരാൻ കഴിയും. യേശുവിൻ്റെ വാക്കിന് എത്ര ശക്തിയുണ്ട്. എന്നാൽ യേശു അത് അല്ല പറഞ്ഞ കല്ല് ഉരുട്ടി മാറ്റുവേൻ. നാം വെച്ച കല്ല് നാം തന്നെ ഉരുട്ടി മാറ്റാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു സഹോദരങ്ങൾ, അതിന് ശേഷം എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്നും ആ സഹോദരിക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. അധികം പ്രായമില്ല, എൻ്റെ ഒരു കൊഞ്ഞനെത്തി. ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരിപ്പോഴും ആ രോഗത്തിൽ തന്നെ തുടരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നെ അധികം വിളിക്കാറില്ല പ്രാർത്ഥിക്കാൻ. ഞാൻ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ക്ഷമ ചോദിച്ചതാണ്, പറഞ്ഞതാണ്. പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് ദൈവത്തിന് മനസ്സിലാകും. എന്നാൽ നമ്മളെ തയ്യാറല്ലെങ്കിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവത്തിന് വ്യക്തമായി പറയുന്നു. മാത്രമല്ല അത് ഹേതുവായി പലരും ബലഹീനരും രോഗികളുമാകുന്നുവെന്ന് 1 കൊരിന്ത്യർ 11:29-30 വാക്യങ്ങളിൽ കാണുന്നു. മാത്രമല്ല അനേകർ മരിക്കുന്നതിനും ഇത് കാരണമായി തീരുന്നുവെന്ന് 1 കൊരിന്ത്യർ 11:31 കാണുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ബാലശിക്ഷയാണെന്ന് മനസ്സിലാക്കി മടങ്ങി വന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു പ്രിയരെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു ബാലശിക്ഷ നൽകുന്നത്. നമുക്ക് നമ്മുടെ പാരൻസ് ബാലശിക്ഷ നൽകിയല്ലേ വളർത്തിയത്. നാം മക്കളെ ബാലശിക്ഷ നൽകുന്നത് എന്തിനാ? അവർ നല്ലതായി വരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ബാലശിക്ഷ ഒരിക്കലും ദൈവം തരുന്ന നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ സ്നേഹിക്കുന്നതിന് നമ്മെ ഡിസിപ്ലിൻ ചെയ്യുവാണ്. ഇങ്ങനെ ക്ഷമിക്കാൻ മനസ്സും ആഗ്രഹമില്ലാത്തവർക്ക് ഈ മെസ്സേജ് ഒരു അനുഗ്രഹമല്ല, ശാപമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുന്നത് വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി എന്ന ബുക്കിൽ നിന്നാണ്. അപ്പോൾ ആ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടാകും, നിങ്ങൾ ഇത് ക്ഷമിക്കാൻ വാസ്തവമായി മനഃപൂർവ്വമായി ക്ഷമിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഈ ബുക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമല്ല, ഒരു പക്ഷേ ശാപമായിരിക്കും. എന്നാൽ
എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ആരും ശാപത്തിന് അടിമയായിത്തീരുന്നു. മാത്രമല്ല എൻ്റെ ബുക്ക് വായിക്കുന്ന ആരും ശാപത്തിന് അടിമയായിത്തീരാതെ അവരെല്ലാവരും നിത്യരാജ്യത്തിന് വായിച്ച് തീരണം എന്നാണ് എൻ്റെ ആഗ്രഹവും എന്നും എൻ്റെ പ്രാർത്ഥനയും. ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഈ രോഗത്തിന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുക, അവരും പൂർണ്ണമായി എടുത്തു കളയുക. വാസ്തവമായി ക്ഷമിക്കുന്ന ഹൃദയം ആവശ്യമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മെസ്സേജും എൻ്റെ ബുക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, വിടുതലാണ്. നിങ്ങൾ വർഷങ്ങളായി ചുമന്ന് നടക്കുന്ന രോഗങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും ഒരു കൈപ്പുള്ള വേരുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. ഇപ്പോൾ മെസ്സേജ് കേൾക്കുന്ന ഈ സമയം തന്നെ ശോധന ചെയ്യുക. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്രകാരം ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നാൽ വചനമെന്ന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരികയും ഞാൻ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. വർഷങ്ങളായി ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാതെ ചുമന്ന് നടക്കുന്ന നടുവേദന, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ആസ്മകൾ, ക്യാൻസറുകൾ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങി അനേക രോഗങ്ങൾ ദൈവജനം കേട്ട് ഏറ്റെടുത്ത് തമ്മിൽ ക്ഷമിക്കുമ്പോൾ, ക്ഷമ ചോദിക്കുമ്പോൾ ആരും പ്രാർത്ഥിക്കാതെ തന്നെ വിട്ടുമാറി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. അത് ഇന്നും സംഭവിക്കും. നിങ്ങൾ അപ്രകാരം രോഗിയാണെങ്കിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക, ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. അപ്രകാരം നാം നിരപ്പ് പ്രാപിച്ചിട്ട്, അതായത് ആ കൈപ്പുള്ള വേര് പറിച്ച് കളഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കുകയും അന്യഭാഷ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താലേ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുകയുള്ളൂ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവിന് നമ്മിൽ വസിക്കാൻ കഴിയില്ല. ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ പുറത്തു വരണമെങ്കിൽ എല്ലാം മാറ്റി നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തണം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ മാത്രമല്ല, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയും വെട്ടി തീയിലിടുമെന്ന് ദൈവവചനത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ആകാത്ത ഫലം കായ്ച്ച മുന്തിരിവള്ളിയെ കാണുവാൻ സാധിക്കും. ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. അതിൽ നല്ല വക മുന്തിരിവള്ളി മുന്തിരിങ്ങ കായ്ക്കും എന്ന് കാത്തിരുന്നു. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയായിരുന്നു. യെശയ്യാ 5:1-2 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. അത് കണ്ട് ദുഃഖിതനായ തോട്ടക്കാരൻ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ ശ്രദ്ധേയവും നമുക്ക് ചിന്തിക്കുവാൻ ഉള്ളതുമാണ്. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? നല്ല ഫലം കായ്ക്കുന്നതിന് പകരം കാട്ടുമുന്തിരിയുടെ ഫലം കായ്ക്കുന്നവരെ നോക്കി ദൈവം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടു, നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ഇരമ്യാവ് 2:21. പ്രിയ സഹോദരങ്ങളെ, നാം നല്ല ഫലം കായ്ക്കാനുള്ളതെല്ലാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതാണ് നിവൃത്തിയായി എന്ന പ്രഖ്യാപനം, എൻ്റെ യേശുവിൻ്റെ പരസ്യ പ്രഖ്യാപനം, യോഹന്നാൻ 19:30. എന്നാൽ നാം നല്ല ഫലം കായ്ക്കുന്നുണ്ടോ? നമ്മിൽ നിന്നും പുറപ്പെടുന്നത് നല്ല ഫലമാണോ ആകാത്ത ഫലമാണോ? നല്ല ഫലം ആത്മാവിൻ്റെ ഫലമാണ്. നാം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തുടക്കത്തിൽ ആത്മാവിൻ്റെ എല്ലാ ഫലം പുറപ്പെടുവിക്കാൻ പ്രയാസമാണ്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും നാം ഫലം കായ്ക്കുന്നതിൽ വർദ്ധിച്ചു വരണം. അകപ്പേ സ്നേഹമുള്ളവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാം പഠിച്ചുവല്ലോ, നാം മനസ്സിലാക്കിയല്ലോ. അകപ്പേ സ്നേഹമുള്ളവന് ദൈവമുണ്ട്, ദൈവമാണ് സ്നേഹം, അല്ലേ? ദൈവമുള്ളവനിൽ ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ ആത്മാവിൻ്റെ ഫലം ഉണ്ടായിരിക്കും. നമ്മിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടോ എന്നറിയാൻ ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, എന്ന് പരിശോധിച്ചാൽ മതി. ദൈവസ്നേഹമായ അകപ്പേ സ്നേഹം ഉള്ളവന് മാത്രമേ ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമയായ ലോങ് സഫറിങ് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. ക്ഷമിക്കുന്ന ഹൃദയം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പ്രിയരെ. നാം എത്ര തന്നെ ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹമാണ് ആ ക്ഷമിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്. ക്ഷമിക്കുന്ന ഹൃദയത്തിന് മാത്രമേ അഭിഷേകം ചുമക്കാൻ കഴിയുള്ളൂ. സാത്താനും രോഗത്തിനും കയറാനുള്ള വാതിലാണ് ക്ഷമിക്കാത്ത ഹൃദയം അഥവാ കയ്പ്. നാം പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് എഫേസ്യർ 4:30, 31, 32 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമാകണം. യേശു പറഞ്ഞത് എത്ര വട്ടം ക്ഷമിക്കണമെന്നാണ്? 70 വട്ടം. മത്തായി 18:21, 22, 23 വാക്യങ്ങൾ കാണാം. നാം ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നാം ജീവിതകാലം മുഴുവനും ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ വന്നു കഴിഞ്ഞാൽ പിന്നെ നാം ഒന്നും ചെയ്യേണ്ട, നാം ക്ഷമിക്കേണ്ട. എല്ലാവരും പറയും മനഃപൂർവ്വമായി ക്ഷമിക്കണമെന്ന് പറയുവാൻ എളുപ്പമാണ്. പക്ഷെ മനഃപൂർവ്വമായി ക്ഷമിക്കാൻ കഴിയില്ല. മനഃപൂർവ്വമായി ഞാൻ ക്ഷമിക്കുന്നെന്ന് പറയാം, പക്ഷേ ആത്മാവിൻ്റെ ഫലമായ
ദീർഘക്ഷമ പുറത്തു വന്നാൽ നമ്മൾ മനഃപൂർവ്വമായി ക്ഷമിക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ഷമിച്ചോളും. എന്ന് വെച്ചാൽ ഒരു എയറില്ലാത്ത, ഒരു ഹോളില്ലാത്ത ഒരു പന്തിനെ നാം ചുവരിലെറിഞ്ഞാൽ അത് തിരിച്ചു പോരും അല്ലേ, അത് ബൊമ്പാടി പുറത്തു വരും. അതുപോലെ തന്നെ നാം കേൾക്കുന്ന വാക്കുകൾ അതുപോലെ അങ്ങ് പുറത്തു പോകും. നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് അത് കയറത്തില്ല, നമ്മുടെ മനസ്സിനകത്തോട്ട് അത് കയറത്തില്ല. മനസ്സിലേക്ക് ഹൃദയത്തിന് കയറി കഴിയുമ്പോഴാണ് അത് പൂരം പോലെ, തീയം പോലെ, അമ്പ് പോലെ നമ്മളെ മുറിപ്പെടുത്തുന്നത്. മറ്റ് നമ്മുടെ ഹൃദയത്തിന് ചുറ്റും യേശു താമ്രമതിലായിരിക്കും. ജീസസ് എസ് ലോർഡ് ഗ്ലോറവശം തരാം. എസ് കർത്താവെ സഹായിക്കണമേ. പ്രിയരെ, നമുക്കത് അകത്തോട്ട് കയറത്തേ ഇല്ല. നാം ചിന്തിച്ചാൽ പോലും നമുക്കത് വിഷമം തോന്നത്തില്ല. ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അതിൻ്റെ സാധ്യത അതായിരിക്കും. അല്ല നിൻ്റെ അവസ്ഥ ഇങ്ങനെ പരിശുദ്ധാത്മ നമ്മെ ആശ്വസിപ്പിക്കുന്ന അതിന് മറുപടി തരും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം നമ്മൾ വന്നാൽ നാം ഫ്രീ ആണ്, നാം സ്വതന്ത്രരാണ്. അതുവരെയും നാം കാരാഗ്രഹത്തിലാണ്. ഫലമില്ലാത്ത ഇലകൾ മാത്രമുള്ള വൃക്ഷത്തെ എറിഞ്ഞാൽ എന്തായിരിക്കും പുറത്തു വരുന്നത്? ഇലകളായിരിക്കും അല്ലേ, അതിൽ ഫലമില്ല. അപ്പോൾ ഇലകൾ ഉള്ള വൃക്ഷത്തിനെ എറിഞ്ഞാൽ ഇലകളായിരിക്കും വരുന്നത്. ആയതുപോലെ നമ്മ ഒരു വ്യക്തി മുറപ്പെടുത്തുമ്പോഴും ശല്യപ്പെടുത്തുമ്പോഴും നമ്മിൽ ഫലമുണ്ടെങ്കിൽ നമ്മിൽ നിന്നും പുറത്തു വരുന്നത് ഫലമായിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതായിരിക്കും നമ്മെ മുറപ്പെടുത്തുമ്പോൾ പുറത്തു വരുന്നത്. ആത്മാവിൻ്റെ ഫലത്താൽ നിറഞ്ഞ വ്യക്തിയിൽ നിന്നും ആത്മാവിൻ്റെ ഫലം പുറത്തു വരും. കോപത്താൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയെ നാം എന്തെങ്കിലും പറഞ്ഞൊന്ന് മുറിപ്പെടുത്തി അവരൊന്ന് പ്രലോഭിപ്പിക്കുന്ന രീതിയിലൊന്ന് സംസാരിച്ച് അവരിൽ നിന്നും കോപമായിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ ജഡീക സ്വഭാവത്താൽ നിറഞ്ഞിരിക്കുന്നവനെ കുത്തി വേദനിപ്പിച്ചാൽ ജഡീക സ്വഭാവം പുറത്തു വരും. അങ്ങനെയാണ് വ്യക്തികളെ ഫലത്താൽ തിരിച്ചറിയുന്നത്. ഒരു മാവ് നിറച്ച മാങ്ങ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നാം എറിഞ്ഞാൽ അതിൽ നിന്ന് എന്തായിരിക്കും വീഴുന്നത്? മാങ്ങയായിരിക്കും വീഴുന്നത്. എന്നാൽ മാങ്ങയില്ലാത്ത ഇല ഉള്ള മാവിനെ എറിഞ്ഞ് ഇലയായിരിക്കും പുറത്തു വരുന്നത്. അതുപോലെ ഒരു പാത്രത്തെ കുത്തിപ്പൊട്ടിച്ചാൽ, ഇപ്പോൾ ഒരു ബലൂണിനകത്ത് ബലൂണിനെ കുത്തിപ്പൊട്ടിച്ചാൽ വെള്ളമാണെങ്കിൽ വെള്ളം പുറത്തു വരും, അതിൽ വായു ആണെങ്കിൽ വായു പുറത്തു വരും. അതുപോലെ ഒരു പാത്രം നാം പൊട്ടിച്ചാൽ അതിൽ പാലാണെങ്കിൽ പാല് വരും, വെള്ളമാണെങ്കിൽ വെള്ളം പുറത്ത് വരും. അതുപോലെ നമ്മിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതായിരിക്കും പുറത്തു വരുന്നത്. അവസാനമായി അടിവരയിട്ട് ഞാൻ പറയട്ടെ, ആത്മാവിൻ്റെ ഫലമുള്ള വ്യക്തിയിലൂടെ തീർച്ചയായും ശുശ്രൂഷ വെളിപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി മുറിപ്പെടുത്തുമ്പോൾ നമ്മിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ പുറത്തു വരികയുള്ളൂ. ദീർഘക്ഷമയുള്ള വ്യക്തിക്ക് നിന്ന് ദീർഘക്ഷമ വരും. സ്നേഹമുള്ള വ്യക്തി എത്രത്തോളം മുറിപ്പെടുത്തിയാലും സ്നേഹം പുറത്തു വരും. അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അവർക്ക് മറ്റുള്ളവർക്ക് അവർ ഒരു അത്ഭുതമാണ്, അയ്യോ എങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് അപ്രകാരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സഹോദരി പറഞ്ഞത് എനിക്ക് വളരെയധികം ചിന്തിക്കാനിടയായി. ആ വ്യക്തി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെയും ആരെല്ലാം എന്തെല്ലാം മുറിപ്പെടുത്തിയിട്ടും അന്നേരം വിഷമിക്കും, കരയും, മാറിയിരിക്കും ഒക്കെ ചെയ്യുമെങ്കിലും പിന്നും പൂർവാധിക ശക്തിയോടെ അതിനധികം സ്നേഹത്തോടെ തന്നെ ആ സഹോദരി പുറത്തു വരും. അപ്പോൾ അത് കണ്ട ഒരു സഹോദരി പറയുമായിരുന്നു, അത് തീർച്ചയായിട്ടും അതൊരു ആത്മീയ മാതാവാണ്. എന്ന് വെച്ചാൽ ആ ഒരു ആത്മീയ പക്വതയുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിക്കുന്നത് എന്ന്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ സ്വന്തം മക്കൾ എന്തെല്ലാം കുറ്റം ചെയ്താലും അമ്മ എന്തെല്ലാം പറഞ്ഞാലും ആ അമ്മയ്ക്ക് അന്നേരം വിഷമം തോന്നിയാലും അമ്മ അത് മനസ്സിൽ വെക്കത്തില്ല, അമ്മ അത് ക്ഷമിക്കും. പക്ഷെ സഹോദരങ്ങളാണെങ്കിൽ അങ്ങനെയല്ല, അവർക്കെന്നാലും വിഷമം കാണും, അവർ പിണങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. അല്ല മറ്റു ബന്ധുക്കളാണെങ്കിലും ഒരു അമ്മയ്ക്ക് മാത്രമേ ഇത്രയും ക്ഷമയുള്ളൂ. അതുകൊണ്ട് അതൊരു ആത്മീയ മാതാവാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാനിടയായി. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ആത്മീയത്തിൽ നാം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. നമ്മൾ സ്നേഹിക്കുന്ന, ഇപ്പോൾ നമ്മുടെ മക്കൾ ഇത്രയും വളർന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഗർഭത്തിൽ കൊണ്ട് നടന്ന് വേദനിച്ച് പ്രസവിച്ച് വളർത്തിയ മക്കൾ നമ്മുടെ തിരിച്ചടിക്കുമ്പോൾ നമുക്ക് വേദന കാണും. ചിലപ്പോൾ കരയുമായിരിക്കും, പ്രാർത്ഥിക്കുമായിരിക്കും. പിന്നെ അവരത് മറന്നിട്ട് അവരെ മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും മക്കൾ മിണ്ടിയില്ലെങ്കിലും അവരങ്ങോട്ട് പോയുമുണ്ട്. അതാണ്. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഒരു ആത്മീയ മാതാവായിരിക്കണം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഒരു ആത്മീയ പിതാവായിരിക്കണം. നമ്മളെ മുറിപ്പെടുത്തുമായിരിക്കും. പ്രത്യേകിച്ച് പാസ്റ്റർമാരോട് ഞാൻ പറയട്ടെ, വിശ്വാസികൾ പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ, സംസാരങ്ങൾ, ഇപ്പോൾ ഉണ്ടല്ലോ മെസ്സേജ്, മെയിൽ ഒക്കെ ചെയ്യുമായിരിക്കും. നമുക്ക് വേദന തോന്നുമായിരിക്കും. നമ്മുടെ ശുശ്രൂഷയിലൂടെ വളർന്നു വന്ന അവർ നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുവല്ലോ എന്ന് നാം ചിന്തിക്കുമായിരിക്കും. എന്നാൽ നാം ആത്മീയ പക്വതയുള്ള ഒരു പിതാവാണെങ്കിൽ വിചാരിക്കുക, അയ്യോ അവൻ കുഞ്ഞല്ല, അവന് മനസ്സിലാകത്തില്ല, അവനറിയത്തില്ല, അവൻ ഈ സ്റ്റേജിലാകുമ്പോൾ മനസ്സിലാക്കുള്ളൂ എന്ന് വെച്ച് അതിനേക്കാൾ പഴയതിനേക്കാൾ അധികം നാം അവരെ സ്നേഹിക്കും. നാം അത് ഓർക്കത്തില്ല. നമ്മൾ ഓർക്കും, നമുക്കത് വിഷമമൊന്നുമില്ല, അവൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. എന്നാലും നാം മുഖാന്തരമാണ് അവരതുവരെ എത്തിയത്. അത് നമുക്കറിയാം.
അതിനേക്കാളുപരി നമ്മുടെ ദൈവത്തിനറിയാം. അതിന് പ്രതിഫലം അവരിൽ നിന്നല്ല ലഭിക്കുന്നത്, പിന്നെയോ നമ്മുടെ ദൈവത്തിൽ നിന്ന് ലഭിക്കും. പല ദൈവദാസന്മാരുടെയും വിഷമം അതാണ്. അവർ വളരെയധികം കഷ്ടപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൈത്താങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ആത്മീയ മക്കൾ അവർ കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ ആത്മീയ പിതാവിനെതിരെ പറയുകയും എഴുതുകയും സഭ വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അത് പല ദേവദാസന്മാരുടെ അനുഭവമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേവദാസന്മാരോ അല്ലെങ്കിൽ ആത്മീയ പക്വതയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവമുണ്ട്. നമ്മൾ ഉറക്കമൊഴിഞ്ഞ് ഉപവസിച്ച് അവിടെ നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവൻ നമ്മെ പുറം കാലുകൊണ്ട് ചവിട്ടി അങ്ങനെ ഒന്നും ചെയ്തില്ല, അങ്ങനെ ഒന്നും നടന്നില്ല എന്ന് പറയുകയും കൂടെ. പ്രവൃത്തി മാത്രമല്ല, നമ്മൾ അങ്ങനെ പറയുമ്പോഴില്ല, അവരെ ഓർക്കുന്നേ ഇല്ല, അവരങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നാം. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ മറക്കത്തില്ല പ്രിയരെ. നാം യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം, പച്ച വെള്ളം എന്നാണ്, പച്ച തണ്ണി എന്നാണ് തമിഴിൽ വായിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നാം സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്ന ഓർത്തല്ല ചെയ്യേണ്ടത്. നാം നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, ആത്മീയത്തിൽ ശിശുക്കളായവരെ ഒക്കെ നാം ഹെൽപ്പ് ചെയ്യണം. അവർ ഈ ആത്മീയ പക്വതയിലെത്തണം. അവർക്ക് ക്ഷമിക്കാത്ത ഹൃദയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഉപദേശിക്കുക. നമ്മളെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ പണ്ടെല്ലാം 10-12 മക്കളുള്ള കുടുംബത്തിൽ ഞങ്ങൾ 6 മക്കളുണ്ട്. അപ്പം ഇളയ കുഞ്ഞിനെ അമ്മ ഡെലിവറി ആകുമ്പോൾ പ്രസവിക്കുമ്പോൾ മൂത്ത മക്കളായി ഞങ്ങളാണ് അവരെ നോക്കുന്നത്. അപ്പം ഞങ്ങളെ കുളിപ്പിക്കണം, ഞങ്ങൾക്ക് പൗഡർ ഇട്ട് തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, പിന്നെയോ നമ്മളാണ് അവരെ നോക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആത്മീയ സഭയിൽ നോക്കാമെങ്കിൽ ആത്മീയ പക്വതയിൽ ആരംഭത്തിൽ വന്ന ദൈവമക്കളും പുതുതായിട്ട് ദൈവമക്കൾ വരുമ്പോൾ പാസ്റ്ററുടെ ശ്രദ്ധ അവരിലോട്ട് പോകും. അപ്പോൾ പഴയ വിശ്വാസിയൊക്കെ അത് പലപ്പോഴും വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മുറിവേക്കുന്നത്. അയ്യോ പണ്ട് നമ്മളെ ഉള്ളായിരുന്നു, അന്ന് നമ്മളെ വേണമായിരുന്നു, ഇപ്പം നമ്മളെ വേണ്ട. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെയല്ല. നാമും കൂടെ ആ ദൈവദാസൻ്റെ കൂടെ നിന്ന് അവരെ ആത്മീയത്തിൽ പണിതെടുക്കുന്നതിന് നാമും കൂടെ പ്രവർത്തിക്കണം. നമ്മൾ വളർന്നതാണ്, നമ്മൾ ആത്മീയ പക്വതയാണ്. അവർക്കാണ് ഇനി കൈത്താങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റത്തില്ല. ജനിച്ചൊരു കുഞ്ഞിനെ സ്വയമായിട്ട് കുളിക്കാൻ പറ്റുമോ, സ്വയമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പോൾ പാരൻസ് ചെയ്യും, പക്ഷെ മൂത്ത മക്കളുണ്ടെങ്കിൽ ഞങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ നാം ആ ഒരു ആത്മീയ പക്വതയിൽ നാം ഓരോരുത്തരും വളർന്നു വരണം. അതാണ് ദീർഘക്ഷമ. അല്ലാതെ നമുക്കിപ്പോഴും കയറി വേണം എന്നും പാസ്റ്റർ പ്രാർത്ഥിക്കണം, പാസ്റ്റർ കയറണം, നമ്മളെ നോക്കണം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. അത് ആത്മീയ ശിശുത്വമാണ്. വളരെ അവസാനമായി ഞാൻ പറയട്ടെ, ആത്മാവിൻ്റെ ഫലമുള്ള വ്യക്തിയിലൂടെ തീർച്ചയായും ശുശ്രൂഷ വെളിപ്പെടും. ആത്മാവിൻ്റെ വരവും ഉണ്ടായിരിക്കും. തുടക്കത്തിൽ നാം പഠിച്ചത് ആത്മാവിൻ്റെ വരം അല്ല ദൈവം നോക്കുന്നത്, ആത്മാവിൻ്റെ ഫലമാണ് ദൈവം നോക്കുന്നത്. വരമില്ലാത്തവരെല്ലാം വെട്ടി തീയിലിടുന്നു, പിന്നെയോ ഫലമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാലും ഫലമുള്ളവർക്ക് തീർച്ചയായും വരമുണ്ടായിരിക്കും. തീർച്ചയായും അവരിലൂടെ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മാവിൻ്റെ വരമുള്ള വ്യക്തിയിൽ ഫലം കാണണമെന്നില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കിയല്ലോ. ആത്തിയുടെ ഉപമയിൽ നിന്നും നാം വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നാം ക്രിസ്തുവിന് വേണ്ടിയും യേശുവിൻ്റെ നാമത്തിലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നല്ല ഫലമില്ല എങ്കിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ദൈവം പറയും, വെട്ടി തീയിലിടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ചുവട്ടിന് കോടാലി വെച്ചിട്ടുണ്ട്. മത്തായി 3:10, മത്തായി 7:19. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്തായ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വളർത്തി നമുക്ക് ആത്മാവിൽ വളരാം. ക്രിസ്തുവിൻ്റെ സ്വഭാവമായ ആത്മാവിൻ്റെ ഫലമായ വിത്തുള്ള ഫലം നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ. നമ്മുടെ വെറുതെ ഫലം പോരാ, അത് വിത്തുള്ള ഫലമായിരിക്കണമെന്ന് ദൈവജനത്തെ കാണുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം പഠിച്ചത് ക്ഷമിക്കാത്ത ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ തന്നെ ശോധന ചെയ്യുക, ഒറ്റയ്ക്കിരിക്കുക, ദൈവവചനമായിരിക്കുക. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. ഈ കേട്ട ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചായിരിക്കുക. അല്ല അവർ ക്ഷമിക്കുന്നില്ല എങ്കിൽ അവരെ കൂടെ വിളിക്കുക, സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ, ഫോണിൽ വിളിക്കുക, ഡെയിലി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എത്രത്തോളം ആത്മാവിൽ പ്രാർത്ഥിക്കാമോ അത്രയും പ്രാർത്ഥിക്കുക. ദീർഘക്ഷമ നമ്മെ വന്നു കഴിഞ്ഞ പ്രിയരെ മറ്റെല്ലാ ഫലവും നമ്മളിൽ ഉണ്ടായിക്കാളും. എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അകപ്പേല ഉള്ളവർക്ക് മാത്രം ദീർഘമായി ക്ഷമിക്കാൻ കഴിയുള്ളൂ. അതുപോലെ അകപ്പേല ആത്മാവിൻ്റെ ഫലം ഒന്നാമത്തെ ഫലം സ്നേഹമാണല്ലോ. അതുണ്ടെങ്കിൽ മറ്റെല്ലാം ഒരു ട്രെയിനിൻ്റെ ബോഗി പുറകെ വരുന്ന പോലെ വരുമെന്നല്ല ആത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തിൽ നാം പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങ് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. യുവജനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, കയ്പുള്ള വേര്
കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി ചുമന്ന് നടക്കുന്ന, വർഷങ്ങളായി ചുമന്ന് നടക്കുന്ന രോഗങ്ങൾ കർത്താവെ ഒന്നിനു പുറകെ ഒന്നായി ആശുപത്രികൾ പലത് കയറി ഇറങ്ങി, പല കർത്താവ് ഡോക്ടേഴ്സിനെ സ്പെഷ്യലിസ്റ്റിനെ ഒക്കെ കണ്ടു. അന്ന് മരുന്നുകൾ മാറി മാറി കഴിച്ചെന്നിട്ടും കർത്താവ് വിടുതലില്ലാതെ ആയിരിക്കുന്ന ആസ്മ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഹല്ലേലൂയ, അസ്ഥി രോഗങ്ങൾ, ആർത്രൈറ്റിസ്, മൈഗ്രെയിൻ, തലവേദനകളെല്ലാം സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ നസ്രാനി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വീട്ടുമാറട്ടെ. കർത്താവ് അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ വേരെവിടെയാണെന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കേണ്ടുന്നവരോട് ക്ഷമിക്കുവാൻ ഹല്ലേലൂയ. ദൈവം പറയുന്ന പ്രകാരം ദൈവമേ അകപ്പേലാവും, പരിധിയിലില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണലാവും കർത്താവെ എനിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയിലായിരിക്കുന്ന കൂട്ടുവിശ്വാസികളോട് സംസാരിക്കാതെ തിരുവത്താഴമെടുക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഈ മെസ്സേജ് കേട്ടല്ലോ കർത്താവെ, അവരോട് ദൈവം സംസാരിക്കണപ്പാ. ഒരു ചെറിയ പൈതലിനോടെങ്കിലും കർത്താവെ സംസാരിക്കാതെ ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവരോട് മനസ്സാക്ഷിയോട് ദൈവം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ തന്നെ ചോദന ചെയ്തിട്ട് വേണം കർത്താവ് ഇതിൽ നിന്ന് പങ്കുകൊള്ളാനും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കർത്താവ് ഞങ്ങളെ തന്നെ ശോധന ചെയ്യട്ടെ. കർത്താവ് ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച കർത്താവ് അടുത്ത തിരുവത്താഴത്തിന് മുമ്പായി തന്നെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈപ്പുള്ള പേര് കർത്താവെ അയോഗ്യമായി ആരും തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിൽ നിന്ന് നോക്കാൻ പലരും രോഗികളാണ് പാപ്പ. കർത്താവിന് മേനി 80% പേര് രോഗികളായിരിക്കുന്നത് കർത്താവെ അയോഗ്യമായി തിരുമേശയിൽ നിന്നും കർത്താവെ കാലിൽ ഭക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ നിരദാസിയുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ആത്മീയ കണ്ണുകൾ അങ്ങ് തുറക്കണം പാപ്പ. എവിടെയാണ് അവർക്ക് അയോഗ്യത ഉള്ളതെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തിരുമേശയ്ക്ക് മുമ്പ് അത് ക്രമീകരിച്ച് തിരുമേശയിൽ നിന്ന് പങ്കെടുക്കാൻ ദൈവം സഹായിക്കണമേ. യോഗ്യമായ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അത് രോഗികൾക്ക് വിടുതലാനും കാരണമായി തീരുമ്പോൾ അധ്യരാജകം തരാജരകതലൗഢീരകരകതരൗട്ടാര തിരുമേശ കർത്താവ് കാലിലെ രോഗികൾക്ക് സൗഖ്യം പകരുന്നതാണ്. അത് കർത്താവിൻ്റെ ശരീരവും കർത്താവ് രക്തവും ഓർമ്മിപ്പിക്കുന്നതാണ്. അത് യോഗ്യമായി ഭക്ഷിക്കുമ്പോൾ അത് രോഗികൾക്ക് വിടുതൽ കാരണമായി തീരുമ്പോൾ അയോഗ്യമായി ഭക്ഷിക്കുന്ന പലരും രോഗികളായിത്തീരുന്നു, പലരും മരണത്തിന് കാരണമായി തീരുന്നുവെന്ന് ദൈവജനത്തെ പഠിപ്പിക്കുമ്പോൾ ആ വചനം നിസ്സാരമായി കാണാതെ കർത്താവെ ദൈവവചനം മാറാത്ത ആകാശം ഭൂമി മാറിയാലും മാറാത്ത ദൈവജനം വിശ്വസിക്കുവാൻ ക്രമീകരിക്കാൻ കൈപ്പുള്ള വേരാകൃതത്തിന് പൂർണ്ണമായി പറഞ്ഞു മാറട്ടെ. കർത്താവെ വാസ്തവമായി ക്ഷമിക്കുവാൻ ആഗ്രഹിച്ചിട്ടും ക്ഷമിക്കുവാൻ കഴിയാത്തവരെൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ. എന്നെ പുറത്ത് കൊണ്ടുവന്ന കർത്താവെ അവരെ പുറത്ത് കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവ് തന്നെ അവരെ സഹായിച്ച് കർത്താവ് എല്ലാ കൈപ്പുള്ള വേരുകൾ മാറ്റി സന്തോഷത്തോടെ സമാധാനത്തോ ഐക്യത്തോടെ മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണയും ലോക്ക്ഡൗണും കടന്നു വന്നത് ഞങ്ങളുടെ ഐക്യതയ്ക്ക് കാരണമായി തീരണമേ. ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ഞങ്ങളുടെ കുറവുകളെല്ലാം കണ്ടുവന്ന കർത്താവ് ക്രിസ്തു എന്ന തലയുള്ള സകലത്തിലും വളർന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ദൈവം കൃപ ചെയ്യണമേ. ഈ ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയായി ജീവിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവൻ്റെ ശബ്ദം കേൾക്കുന്നവരെ ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും ക്രിസ്തുവിൽ പ്രസിദ്ധനായ രൂപസ് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പ്രകാരം ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങൾക്കൊരു പ്രശസ്തിയും വേണ്ട കർത്താൻ. ഞങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധരാകട്ടെ കർത്താവെ. ഞങ്ങളുടെ തലമുറകളും ക്രിസ്തുവിൽ പ്രസിദ്ധരാണ് കർത്താവേ. നിന്റെ നാമത്തെ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തെ ശുശ്രൂഷകൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് പറയുമെന്ന് കർത്താവിൻ്റെ വചനത്തെ പ്രകാരം ഞങ്ങൾക്ക് അപ്രകാരം സംഭവിക്കാൻ ഇടയാക്കരുത്. കർത്താവിൻ്റെ ഞങ്ങളെ താഴ്ത്തുന്നു. ആത്മാവിനെ നിറയ്ക്കും കർത്താവ്. ആത്മാവിൻ്റെ ഫലം നിറഞ്ഞ് കർത്താവ് മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഭക്ഷിക്കുന്ന രീതിയിൽ ആത്മാവിൻ്റെ ഫലം ഞങ്ങളിൽ പുറപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഫലം കായ്ക്കുന്നുകൊണ്ട് പിതാവ് മഹത്വപ്പെടുത്തുന്ന വചനപ്രകാരം യേശുവെ കൊമ്പ് മുന്തിരിവള്ളിയോട് പറ്റിയിരുന്നു വളരെ ഫലം കായ്ക്കുന്ന പോലെ ദിവസങ്ങൾ കർത്താവിനോട് അധികം പറ്റിയിരിക്കാൻ ഒരു പിഞ്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാർവോട് പറ്റിയിരിക്കുന്ന പോലെ കർത്താവിൻ്റെ മാർവോട് പറ്റിയിരുന്നു
കർത്താവ് അധികം ഫലം കായ്ക്കാൻ ദൈവം കൃപ ചെയ്യണമേ. ഒരു ഇരുമ്പ് കഷ്ണം കർത്താവ്, ഒരു ആകർഷണ ശക്തിയില്ലാത്ത ഇരുമ്പ് കഷ്ണം കർത്താവ് ദൈവമേ കാന്തത്തോട് പറ്റിയിരിക്കുമ്പോൾ കാന്തത്തിൻ്റെ സ്വഭാവമായ ആകർഷണ ശക്തി ലഭിക്കുന്നത് പോലെ ഞങ്ങൾ കർത്താവിനോട് പറ്റിയിരുന്ന കർത്താവിൻ്റെ സ്വഭാവം ഞങ്ങളിലേക്ക് പകരപ്പെടുന്ന നാളുകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിൻ്റെ ശബ്ദം കേട്ട എല്ലാവരെയും, കർത്താവ് മെസ്സേജ് കേട്ട എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും സ്വർഗരാജ്യത്തിന് വാസികളാക്കി തീർക്കണം. നല്ല ഫലം പുറപ്പെടുവിക്കാൻ ദൈവം കൃപ ചെയ്യണം. യേശുവിൻ്റെ അധികാരമുള്ള തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാം, നല്ല ഫലം പുറപ്പെടുവിക്കാം. നാം ഓടിയത് മത്തവൻ വ്രതമായി തീരരുത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ദൈവം കാരണമാക്കി തരട്ടെ. ആമേൻ. പുസ്തകങ്ങളുടെ കോപ്പികൾക്കും പ്രാർത്ഥനയ്ക്കും കൗൺസിലിനുമായി ബന്ധപ്പെടുക. ഗിരിജകുമാരി RP. മൊബൈൽ 9495662058. ഇമെയിൽ girija.k2002@yahoo.co.in. വെബ്സൈറ്റ് www.girijakumari.com.